Kerala people, how are you all? Welcome to Thailand. Okay. Idiot on though. Hello. Hi. Hey, Mahin. Anastasia. Oh, hello. Don't kill me. Don't kill me. I miss you. How are you? I'm good. You look so beautiful. Beautiful. How are you? I'm good. Wow. My hand. Wake up and hug me. What kind of hug is this now? You want a hug? Oh my god. I'm not your boyfriend to hug you. Oh my god. Oh my god. Oh my god. Ah. How are you? Good, good. Long time no see. Where is your best friend? In Kenya. New hairstyle. Looks good. Yeah? Did you do massage? Yes, I did massage. Yes. You enjoyed? Yes. Say hi to people. Kerala people. Hi Kerala people, how are you all? Welcome to Thailand. You have to say, welcome to Thailand. Welcome to Thailand. നമുക്ക് I'm not with you? No. No, girls. it's very sad. നമ്മുടെ മാക്കി വരുവാണ്. നിങ്ങൾ നിമ്മിയുടെ മുഖം നോക്കിയപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലായി കാണും മാക്കി നിമ്മിയും തമ്മിൽ എന്തോ പ്രശ്നമുണ്ടെന്ന്. അവരെന്തൊക്കെ ചെറിയ പ്രശ്നങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ അവർ തമ്മിൽ ഭയങ്കര എന്താ പറയുക, ഭയങ്കര കൂട്ടൊന്നുമല്ല, അവർ മലേഷ്യയിൽ നിന്ന് പിന്നെ കുറച്ച് പിരിഞ്ഞിട്ട് ഇവിടെ വീണ്ടും വന്ന് ഒരുമിച്ചു, അങ്ങനെയൊക്കെ ചെയ്തു. അപ്പം ഞാൻ മാക്കിയെ വിളിച്ചിട്ടുണ്ട്. മാക്കി ഇപ്പം വരും കേട്ടോ. മാക്കിയും ഈ സെയിം ഹോസ്റ്റലിൽ തന്നെയാണ് സ്റ്റേ ചെയ്യുന്നത്. മാക്കി ഇപ്പം വരും. മാക്കി വരുന്നതുകൊണ്ട് നിമ്മി ഓടിപ്പോയി. മാക്കിയാണ് കേട്ടോ അവിടെ നിൽക്കുന്നത്. മാക്കി കൊണ്ട് നോക്കി നിൽക്കുവാണ് കേട്ടോ. മാക്കി ആക്ച്വലി എന്നെ കണ്ടിട്ടില്ല, അവിടെ നിന്ന് ഇങ്ങനെ നോക്കുവാണ്. ഞാനൊന്ന് മാക്കി വിളിക്കട്ടെ. മാക്കി So good to see you. Long time. Yeah. How are you? I can't believe you're here. You cannot believe me? You have to believe me. Wow. Say hi to people. There are some people watching you. Oh, hi. How are you? Long time. Yeah, long time. How is Thailand? How was your trip? It was great actually. It was amazing. Sit. Maki, sorry. Don't be. Okay, come on, Nimi. Where are you taking me? Today you are my tour guide, okay? Tell me my tour guide. Where are you taking me? Nimmi എന്നെ എവിടെയോ കൊണ്ടുപോവാണ് കേട്ടോ. Exploring this area. I know some places. Do you wanna go to the beach? Beach over there, right? Yeah, but we should go to the local side. Okay. I saw some yesterday when I was in the bike. I saw How some. was your date? Yesterday's date? Nimmi is enjoying Thailand actually. You know, Nimmi is the one who is really enjoying Thailand. സോ നമ്മൾ ജസ്റ്റ് ഒന്ന് നഗര കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടി ഒന്ന് ഇറങ്ങിയതാണ്. നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ പട്ടോങ് ബീച്ചിൻ്റെ ഭാഗം. ഇവിടെ ഫുൾ ഇങ്ങനെ മസാജിങ് കേന്ദ്രങ്ങളാണ് കേട്ടോ ഈ ഒരു ഭാഗത്ത് മുഴുവനായിട്ട് കാണുന്നത്. Did you went for massage? Yeah. How was the massage? It was very, very, very good. Okay. What did you do? It was massage, oil massage, then with sauna, steam bath, pool. It was like a full spa date for myself. നല്ല എക്സ്പെൻസീവ്. നോ താങ്ക് യു. ഈ കാണുന്നതാണ് കേട്ടോ ഇവിടുത്തെ ടുക് ടാക്സി. ഇവർ ടുക് എന്നാണ് പറയുന്നത്.
ഇങ്ങോട്ട് നമ്മുടെ വേറൊരു സിറ്റി ഭാഗം, ഇങ്ങോട്ടും നമ്മുടെ ഇത് ഫുള്ള് പട്ടോങ് ഏരിയ എന്നാണ് പറയുന്നത്. It's so expensive here. I just got for you 400. 400. Nimi, Yeah. my friend is going. What's the special? What's special? Yeah. You can talk inside. Sorry? You can talk inside. It's special. Okay, I will come. ഈ കാണുന്നതൊക്കെ നമ്മുടെ പത്തോങ്ങിൻ്റെ നമ്മുടെ ഒരു സെൻറ്റർ ഭാഗമാണ്. ഇവിടെ ഫുള്ള് റഷ്യൻ ടൂറിസ്റ്റ്, പിന്നെ ഇന്ത്യക്കാർ ധാരാളമുണ്ട്, പിന്നെ വേറെ പല അറബ് ടൂറിസ്റ്റുകളായിട്ടുള്ള കുറേ പേരെ കാണാൻ സാധിക്കും. ഇത് ഇവിടുത്തെ ജുഗോ സിറ്റി ഓൺ അങ്ങനത്തെ എന്തോ ഒരു മോളാണ് കേട്ടോ ഈ കാണുന്നത്. പിന്നെ ഇവിടെ ഷോപ്പിംഗ് ഏരിയാസ് നല്ല രസമുണ്ട് കേട്ടോ, നല്ല വൈബാണ് ഇതിലൂടെ ഇങ്ങനെ നടക്കാൻ. നൈറ്റാണ് ആക്ച്വലി ഇവിടെ ഏറ്റവും കൂടുതൽ വൈബ് നടക്കാനായിട്ട്. So she said 10,000. ഇവിടെ നമ്മുടെ ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പൊക്കെ നടക്കാറുണ്ട് കേട്ടോ പട്ടായയിൽ. അങ്ങനത്തെ എനിക്കൊരു നോട്ടീസ് കിട്ടി. ഇന്നിവിടെ കളിയുണ്ട്. ടിക്കറ്റ് വരുന്നത് 1600 ബാത്താണ്. 1600 എന്ന് പറയുമ്പോൾ 4500 രൂപ അടുപ്പിച്ച് വരും. ഇവിടെ റഷ്യക്കാരും കസാക്കിക്കാരും പിന്നെ അസർബൈജാൻകാർ, ഉസ്ബക്കുകാർ ഇവരൊക്കെയാണ് കേട്ടോ കളിക്കാൻ വേണ്ടിയുള്ളത്. പിന്നെ ഒരു ന്യൂസിലൻഡുകാരനുണ്ട്, പിന്നെ ഒരു ഫ്രഞ്ചുകാരൻ, തായ്ക്കാരൻ, നമ്മുടെ ഇത് ലിത്വാനിയയുടെ ഫ്ലാഗ് അല്ലേ, പിന്നെ ഇറാനിലെ ഫാത്തിമ എന്ന് പറഞ്ഞ ഒരു പെൺകുട്ടി, ഇവരൊക്കെയാണ് കേട്ടോ കളിക്കാനുള്ളത്. ഇവിടെ തായ്ലൻഡിൽ വന്നാൽ പിന്നെ മറ്റൊരു അട്രാക്ഷൻ, നിങ്ങൾ എവിടെ പോയാലും ഇതുപോലുള്ള കടകളും ഇതുപോലുള്ള വാഷിംഗ് മെഷീൻ്റെ സ്ട്രീറ്റുകൾ കാണും. ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് സ്വന്തമായിട്ട് നിങ്ങളുടെ തുണി കഴുകിയിട്ട് അതിൽ പൈസ ഇട്ടിട്ട് ആക്കാൻ പറ്റുന്ന സിസ്റ്റമുണ്ട്. ഹലോ, ഇവിടെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് പൈസ ഇട്ടിട്ട് ഇവിടെ നിങ്ങൾക്ക് ഇത് വർക്ക് ചെയ്യിപ്പിക്കാവുന്നതാണ്. ഇങ്ങനത്തെ ഉള്ള ധാരാളം ഷോപ്പുകൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. നമ്മുടെ നാട്ടിൽ അങ്ങനെ വലിയ കോമൺ അല്ലല്ലോ, അല്ലെങ്കിൽ ലോണ്ട്രിക്ക് വേറെ സെപ്പറേറ്റ് കൊടുക്കണ്ടേ. ഇവിടെ അല്ലാതെ തന്നെ ലോണ്ട്രി ഉണ്ട്, അങ്ങനത്തെ സംഭവം ഉണ്ട് കേട്ടോ. ഞാനിനി മുന്നോട്ട് നമ്മൾ വല്ല ഭക്ഷണം കഴിക്കാൻ വേണ്ടി എവിടെയെങ്കിലും സ്ഥലം കണ്ടുപിടിക്കാൻ പോവാം. ഈ കാണുന്നതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു മെയിൻ സെൻറ്റർ, ഒരു ഷോപ്പിംഗ് മോളാണ് കേട്ടോ, ഒരു എക്കോണമിക് സെൻറ്ററാണ് ഈ കാണുന്നത്. ധാരാളം റെസ്റ്റോറൻറ്റുകളും അറബ്സ് തന്നെയാണ് കേട്ടോ കൂടുതലായിട്ട് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. പലതരത്തിൽ മാമാ തായ്, ഇതൊരു തായ് റെസ്റ്റോറൻ്റാണ്. എവിടെ നോക്കിയാലും ഫുഡ് കഴിക്കാനുള്ളതും അറബ്സൊക്കെ തന്നെയാണ് കൂടുതലായിട്ട്. വാബി സാബി അടിപൊളി കേട്ടോ. ഇവിടെ നമ്മുടെ ക്ലോത്ത് സെയില് നമ്മുടെ മോളുടെ കൂടെ ഉള്ള ഭാഗമാണ് കേട്ടോ ഈ കാണുന്ന ഭാഗത്ത്. ഭയങ്കര വലിയൊരു മോളാണ്, ഷോപ്പിംഗ് കോംപ്ലക്സ്, അടിപൊളി കേട്ടോ. ജുങ്സിലോൺ എന്നാണ് ഈ ഒരു മോളുടെ പേര്. അതിനെ റെപ്രസെൻ്റ് ചെയ്തിട്ടുള്ള ഇവിടെ ഒരു ചെറിയൊരു ഫൗണ്ടൈനിൽ ഒരു ഷിപ്പ് നിൽക്കുന്ന പോലത്തെ കാഴ്ചയാണ്. നിമിയുടെ യൂഷ്വൽ ഭക്ഷണശാലയിൽ വന്നിട്ടുണ്ട്. വാട്ട് ആർ യു ഗോയിങ് ടു ബൈ ഫോർ മീ നിമി? What are you going to buy for me? What do you want me to buy for you? Will you buy for me? Okay. Then this, everything. You think I'm rich? ഹലാൽ. ഇവിടെ എല്ലാം തന്നെ ഹലാലെന്ന് പ്രത്യേകം ഉണ്ട് കേട്ടോ. കാരണം അറബ്സ് സ്പെഷ്യലി വരുന്നതുകൊണ്ട് തന്നെ ഹലാലിന് പ്രത്യേകമുണ്ട് ഇവിടെ ഭക്ഷണങ്ങൾക്ക്. എല്ലായിടത്തും മിക്കയിടത്തും കാണാൻ സാധിക്കും കേട്ടോ, അറബ് കസ്റ്റമറിനെ കൂടെ കിട്ടാൻ വേണ്ടി. ഈ കാണുന്നത് നമ്മുടെ ഫ്രൈഡ് റൈസാണ്. ഞാൻ ഈ ഫ്രൈഡ് റൈസ് ഓർഡർ ചെയ്തു. നിമ്മി കുറച്ച് റൈസും ചിക്കനും, ഞാൻ ചിക്കൻ ഫ്രൈഡ് റൈസ്, ഇൻസ്റ്റൻറ്റ് നൂഡിൽസ് ഫ്രൈഡ് റൈസ് ആണ് കേട്ടോ ഈ കാണുന്നത്. നിമ്മി റൂമിലോട്ട് പോയതിനു ശേഷം ഞാനിവിടുത്തെ പ്രധാനപ്പെട്ടുള്ള നമ്മുടെ പട്ടോങ് ബീച്ച്, ഫുക്കറ്റ് ഐലൻഡിലെ ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട വാക്കിംഗ് സ്ട്രീറ്റിലോട്ട് വന്നിട്ടുണ്ട്. ഈ കാണുന്ന സ്ട്രീറ്റ് നമ്മുടെ പട്ടായയിലെ വാക്കിംഗ് സ്ട്രീറ്റൊക്കെ നിങ്ങൾ കണ്ടതുപോലെ തന്നെ അടിപൊളിയാകും കേട്ടോ. രാത്രി വേറെ വൈബാണ്. ഇവിടെ നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല, രാത്രി എന്ന് പറയുമ്പോൾ വേറെ വൈബാണ് കേട്ടോ. ക്ലബ്ബുകളും ബാറുകളും എന്താ പറയുക, ഫുള്ള് നമുക്ക് എന്തുവാണോ ഇവിടെ കാണാം. ഈ കാണുന്നതാണ് നമ്മുടെ എൻഡ് പാർട്ട് കേട്ടോ. ഇതിങ്ങനെ നീണ്ടു കിടന്ന് നമ്മുടെ ബീച്ച് അറ്റം വരെ ഉണ്ട് സംഭവം. അതായത് തുടങ്ങുന്നതെന്ന് പറയുമ്പോൾ ആ ഒരു ഭാഗത്ത് അങ്ങൊന്ന് തുടങ്ങുന്നതാണ് കേട്ടോ. ഇവിടെ ബീച്ചാണ്, നമ്മുടെ ഈ കാണുന്നതാണ് നമ്മുടെ ബീച്ച്. ഞാൻ ബീച്ചിൽ സൺസെറ്റ് കാണാൻ വേണ്ടി വന്നതാണ്. ഓൾമോസ്റ്റ് സൺസെറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നല്ല രസമുണ്ട് കേട്ടോ ഈ കാണുന്ന
ഇവിടെ ചില സംഭവങ്ങൾ അത്യാവശ്യം എക്സ്പെൻസീവ് ആണ് കേട്ടോ. അപ്പോൾ ആക്ച്വലി ഫുക്കറ്റ് എന്ന് പറയുന്നത് കുറച്ച് കൂടുതൽ എക്സ്പെൻസീവ് ആണ് കമ്പയർഡ് ടു മറ്റുള്ള സ്ഥലങ്ങൾ വെച്ച് നോക്കുമ്പോൾ കൂടുതൽ ഭയങ്കര എക്സ്പെൻസീവ് ആണ് കേട്ടോ. ഈ കാണുന്ന ബസ് തന്നെ ഇവിടെ പോകുന്നതാണ് 100 ബാത്താണ് കേട്ടോ. 100 ബാത്ത് എന്ന് പറയുമ്പോൾ 300 രൂപ അടുപ്പിച്ചാണ്. ഇവിടെ താണ്ട് ഇവരുടെ സൂമ്പയാണോ ഇവിടെ ഫുള്ള് ബീച്ച് ഫുള്ള് ക്രൗഡഡ് ആണ് കേട്ടോ. ഇവിടെ ആളുകളെ ഉള്ളൂ. ഇതാ ഇവിടെ ബീച്ചിൽ വന്നിട്ട് നമുക്ക് വെറുതെ ഇരിക്കാൻ പറ്റിയ ഒരു സ്ഥലവും ഇല്ല. ഫുള്ള് ക്രൗഡഡ് ആയിട്ട് ഫുള്ള് കസേരയൊക്കെ ഇട്ട് ഇവിടെ പബ്ലിക് ബീച്ചാണെങ്കിലും ഫുള്ള് ഇവിടെ ടൂറിസ്റ്റിന് വേണ്ടി നമ്മുടെ ഇത് വന്നിറങ്ങുവാണ് കേട്ടോ. അടുത്ത ടീം ഇവിടെ പോവാണ് കേട്ടോ. ഫുള്ള് നമ്മുടെ പാരാസൈലിംഗ് അല്ലേ ഇതിനെ പറയുന്ന പാരാസ്ലൈഡിംഗ് ആണോ പാരാഗ്ലൈഡിംഗ് ആണോ കറക്റ്റ് എനിക്ക് അറിയില്ല കേട്ടോ. അതിൻ്റെ ഇതാണ്. ഇവിടെ തറയിൽ ഇരിക്കാൻ പോലും ഇവർ സമ്മതിക്കുന്നില്ല. കാരണം ഈ ഇതിൻ്റെ ഇത് വന്നിട്ട് ഇവരെ ഇങ്ങനെ ആക്കുന്നതുകൊണ്ട് ഈ കസേരയിൽ ഇരുത്തിപ്പിക്കുകയാണ് കേട്ടോ ആൾക്കാരാ. ഇവിടെ ആക്ച്വലി ഒറ്റയ്ക്ക് വന്നാൽ ബോറടിക്കും. എല്ലാവരും കൂട്ടുകാരോടെ അങ്ങനെയൊക്കെയാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഒറ്റയ്ക്ക് വന്നാൽ അല്ലെങ്കിൽ ബോറടിക്കും. നല്ല രസമുണ്ട് കേട്ടോ ഇവിടെ. ആക്ച്വലി നല്ല ക്ലിയർ ആയിട്ടുള്ള ബീച്ച്. പക്ഷേ കുളിക്കുന്ന ആളുകൾ വളരെ കുറവാണ്. എല്ലാവരും ഇങ്ങനെ വന്ന് ഇവിടെ നിന്ന് ചില്ല് ചെയ്യാൻ വേണ്ടി മാത്രം വരുന്ന ആൾക്കാർ. ഇവിടെ ഈ വോളിബോൾ കളിക്കുന്നത് പോലും ഇവിടുത്തെ വിദേശികളാണ് കേട്ടോ. ധാരാളം അറബ്സൊക്കെയാണ് ഇവിടെ നിന്ന് വോളിബോൾ കളിക്കുന്നത്. റഷ്യക്കാരന്മാരെ കടത്തി വെട്ടുന്നുണ്ട് കേട്ടോ അറബ് ടൂറിസ്റ്റുകൾ ആക്ച്വലി ഇവിടെ വന്നിട്ട്. ഇവിടെ ഓൾറെഡി ആക്ടിവിറ്റീസൊക്കെ അവർ പാക്കപ്പ് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു ടൈമാണ് കേട്ടോ ഈ ഒരു സമയമാകുമ്പോൾ. ഇത്രയും നേരം പടക്കം പൊട്ടിക്കുകയായിരുന്നു ബീച്ചിൻ്റെ സൈഡായിട്ട്. ഇത് കണ്ടില്ലേ, ഇത് നമ്മൾ വേറെ മുകൾ ഭാഗത്തോട്ട് പോകുന്ന അല്ല കേട്ടോ. ഇതിവിടെ കാണുന്നത് ഈ ഹോട്ടലുകളുടെ ആ ഹോട്ടലിൽ ഇരിക്കുന്നില്ലേ, ഈ കാണുന്നതെല്ലാം ഹോട്ടലാണ് കേട്ടോ. അവിടെ കാണുന്നത് മുഴുവൻ ഹോട്ടലാണ്. ആ ഹോട്ടലിൽ പോട്ട് പോകുന്ന ഒരു വഴിയാണ് നിങ്ങളിവിടെ കാണുന്നത്. ഇവിടെ ആയിട്ടാണ് നമ്മുടെ ബീച്ച്. ഇവിടെ വൈകുന്നേരം ആകുമ്പോൾ ഇങ്ങനെ ബീച്ചിൻ്റെ അടുത്ത് ഒരു കുപ്പി ബിയറോ ആയിട്ടോ അല്ലെങ്കിൽ ഭക്ഷണമൊക്കെ ആയിട്ടോ ഇവിടെ ഇങ്ങനെ കുറേ ആൾക്കാർ ഇങ്ങനെ വന്നിരുന്ന് കഴിപ്പുണ്ട് കേട്ടോ. ഇവിടുത്തെ ലോക്കൽസ് പിന്നെ കുറേ ഫോറിനേഴ്സ് വിദേശികളെ നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ ഇതിൻ്റെ അടുത്തായിട്ട് ഈ ഒരു ഭാഗത്തൊക്കെ സ്ട്രീറ്റ് ഫുഡ് അതിനുവേണ്ടി നമുക്ക് കാണാനായിട്ട് സാധിക്കും. നല്ല രസമുണ്ട് കേട്ടോ ഇവിടെ വൈബ്. ഇന്നിപ്പോൾ ഇവിടെ ഇരുന്നപ്പം ഒരു കമൻറ്റ് വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. ആ കമൻറ്റ് എന്ന് പറയുമ്പോൾ അതായത് വാട്സപ്പിൽ വന്ന മെസ്സേജാണ്. ബ്രോ എങ്ങനെ ഈ കാണുന്ന ആൾക്കാരെ എല്ലാം പോയി പരിചയപ്പെടുന്നതെന്നായിരുന്നു കേട്ടോ എൻ്റെ അടുത്ത് ഒരു ബ്രോ ചോദിച്ചത്. അപ്പം ഞാൻ പറഞ്ഞു, ബ്രോ എന്താണ് ഒരാളടുത്ത് സംസാരിക്കാൻ പോകുന്നത് നല്ല മാത്രം സംസാരിക്കുക. എന്നിട്ട് നിങ്ങൾ എന്താ പറയുക, ഒരു കോൺഫിഡൻസിൻ്റെ വേറെ ഇഷ്യൂ ഒന്നും വേണ്ട, അങ്ങ് നേരെ പോയി സംസാരിച്ചാൽ മാത്രം മതി എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ ആക്ച്വലി മുന്നോട്ട് നടന്നപ്പോൾ കുറേ നേരമായിട്ട് ഒരാൾ എന്നെ പോലെ ഇങ്ങനെ കറങ്ങി നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഇത് വീഡിയോ എടുത്തിങ്ങനെ പോകുമ്പോൾ എനിക്കും ഒരു വലിയൊരു എന്താ പറയുക ഒരു കോൺഫിഡൻസ് കിട്ടുന്നില്ല. എന്നാൽ ഞാൻ വിചാരിച്ചു ഈ ഒരു ഡയറും ചില ഇൻസ്റ്റാഗ്രാം പേജിലൊക്കെ നിങ്ങൾ കണ്ടു കാണും, എക്സ്ട്രോവേർട്ട് ആളുകളെന്ന് പറഞ്ഞ് പോയി ഓരോ റാൻഡം ആളുകളുടെ അടുത്ത് പോയി സംസാരിക്കുന്നത്. ഞാനും പോയി സംസാരിക്കാൻ വേണ്ടി പോവാണ്. ഓക്കെ, ഒരു മിനിറ്റ് ക്യാമറ വെച്ചോട്ടെ. വേണ്ട, ഫ്ലാഷ് ലൈറ്റ് കിടക്കുന്നതുകൊണ്ട് എന്നെ ഇടി കിട്ടാമെന്തോ. ഹലോ. Hi. Hey, Mahin. Anastasia. Oh, Anastasia. Yeah. You're from Russia? Yes. Привет. Привет. Хорошо. I'm making videos, okay, right? Okay. പുള്ളിക്കാരി റഷ്യനാണ് കേട്ടോ. How are you? Are you traveling here alone? Yes. You're traveling alone? Yes. From how many days? More too, and I'm here 4 days. So you're traveling, did you find any friend? Of course. Ah, okay, that's nice. You got another friend from India also now? Yes, from India and from Arabian. Oh, nice. Arab. Yeah, Arab. Really like, you know, they are really nice. Then in Africa I like Sudan. Sudan is another amazing country, you know, Sudan. You can guess my age, come on. You said you are old, so I must be very old then. Maybe 34. 34? Yes.
That's made me so sad. Why? I look 34. No, you just said that. Okay. That was a tricky saying, you know. But I'm 24. Really? Yeah. അങ്ങനെ നമ്മുടെ അനസ്തേഷ്യ. സോറി? I'm a witch. നമ്മുടെ അനസ്തേഷ്യയുടെ ഞാനിങ്ങനെ നടന്ന് സൊള്ളി കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇത്രയേ ഉള്ളൂ കേട്ടോ. നിങ്ങൾ എന്താ പറയുക, നിങ്ങൾക്കൊരു ഇത് കിട്ടിയാൽ നിങ്ങൾ ആരെടുത്തായാലും അങ്ങോട്ട് പോയി സംസാരിക്കുക. ചില ആളുകൾക്കും മറ്റുള്ള ആളുകളടുത്ത് സംസാരിക്കണമെന്ന് ആഗ്രഹം കാണും, അവർക്കും ഒരു മടിയായിരിക്കും. അപ്പം നമ്മൾ ആ മടിയെ പോയി ബ്രേക്ക് ചെയ്യുക, അത്ര മാത്രമേ ഉള്ളൂ. ദിസ് ഈസ് ഇന്ത്യ. ദിസ് ഈസ് ഇന്ത്യൻ സബ് കോണ്ടിനെന്റ്. ഓക്കെ, സോ ദെൻ ഇറ്റ് ബിക്കേം ടു like this, okay? So this became India, and this became Pakistan. Okay, then this became East Pakistan, and this became West Pakistan. So this is your job. Yes. Oh, ട്രെയിനിലാണ് കേട്ടോ പുള്ളിക്കാരിയുടെ ജോബ്. I'll meet you next time in the train, but not in the business class, maybe in the train station. എനിക്ക് അനസ്തേഷ്യ എനിക്ക് മാങ്ങയൊക്കെ വാങ്ങിച്ചു തന്നിട്ടുണ്ട്. I forgot how I say thank you in Russian. One minute. Karashu. Spasiba. Yes. Spasiba. അപ്പോൾ മാങ്ങയ്ക്ക് ഞാൻ നന്ദി പറയാണ്. നൈറ്റ് ആയപ്പോൾ നല്ല രസമുണ്ട് കേട്ടോ. Oh, have you gone for massage? No. It's one of the main thing you should do. Okay. In Thailand. Okay. Last time you didn't do? Never. I never. Oh. This all our massage place. അനസ്തേഷ്യ ഇതുവരെയാണ് മസാജ് ചെയ്തിട്ടില്ല. ഞാൻ പറഞ്ഞു പോയി ചെയ്യാൻ പറഞ്ഞു. നമ്മുടെ അനസ്തേഷ്യൻ്റെ കൂടെ ഇവിടുത്തെ വാക്കിംഗ് സ്ട്രീറ്റിലോട്ട് വന്നിട്ടുണ്ട്. ഫുള്ള് സൗണ്ടും ബഹളവും. ഓ, അവരിതൊക്കെ ഇവിടെ വേറെ രസമുള്ള ഇത് കേട്ടോ. ഫോട്ടോ എടുക്കാനായിട്ട് ഫോട്ടോ എടുക്കാൻ 100 ബാത്താണ് കേട്ടോ ഇവര് വാങ്ങുന്നത്. How are you feeling? You already saw it yesterday, so അവൾക്ക് മദ്യപാനം ഒട്ടും ഇഷ്ടമില്ല, സെക്സ് ടൂറിസം ഒട്ടും ഇഷ്ടമില്ല. അതുകൊണ്ട് തന്നെ അവള് പറയാ എനിക്കിവിടെ ഒട്ടും ഇഷ്ടമില്ല എന്ന് പറഞ്ഞിരിക്കും. ഇതുള്ളല്ലോ ഇവിടെ. ഇത് മാത്രമല്ല കേട്ടോ, ഇവിടെ നല്ല രസമാണ് കേട്ടോ. ഇവിടെ ആക്ച്വലി വന്ന് നമുക്ക് ഇവിടെ കറങ്ങി നടന്ന് ഇതെല്ലാം കാണാനും. ഇവിടെ കണ്ടില്ലേ, ഇത് പിങ്ക് പോങ് ഷോ എന്നാണ് പറയുന്നത്. പിങ്ക് പോങ് ഷോ എന്ന് പറഞ്ഞാൽ എന്താ പറയുക, വസ്ത്രങ്ങളൊന്നും ഇല്ലാതെ ഇങ്ങനെ വ്യവസ്ഥരായിട്ട് നിന്ന് നമുക്കതൊക്കെ കാണാൻ പറ്റുന്ന ഒരു ഷോയാണ് കേട്ടോ, പിങ്ക് പോങ് ഷോ. അതെനിക്ക് അറിഞ്ഞുകൂടായിരുന്നു, ഇന്നലെയാണ് എനിക്ക് ഒരാൾ പറഞ്ഞു തന്നത്. അപ്പോൾ നമ്മൾ വീണ്ടും നേരത്തെ വന്ന വഴി പോലെ ബീച്ചിലോട്ട് വന്നിട്ടുണ്ട്. പറയാം. ഞാൻ എന്തായാലും അനസ്തേഷ്യയോടെ ഇവിടെ ബീച്ചിൽ വന്നിരിക്കുകയാണ്. അനസ്തേഷ്യ മദ്യപിക്കുന്നത് ഇഷ്ടമല്ല, ഈ സെക്സ് ടൂറിസം അങ്ങനത്തെ പരിപാടി ഒന്നും ഇഷ്ടമല്ല, അതുകൊണ്ട് തന്നെ തായ്ലൻഡ് ഇഷ്ടമല്ല. പക്ഷെ എന്നിരുന്നാലും പുള്ളിക്കാരിക്ക് സിഗരറ്റ് വലിക്കുന്നത് താല്പര്യമാണ്. സിഗരറ്റ് വലിക്കാൻ വേണ്ടി മാറിയിരിക്കുകയാണ്. എനിക്ക് സിഗരറ്റ് വലിക്കുന്ന ഇഷ്ടമില്ലാത്തതുകൊണ്ട് പാവം എനിക്ക് വേണ്ടി ഒരു പ്രൈവസി തന്നിട്ട് എന്നെ ഡിസ്റ്റർബ് ചെയ്യാതെ അപ്പുറത്ത് പോയി വലിക്കുകയാണ്. ഞാൻ ഭയങ്കര കണ്ണുകളിപ്പോയി കേട്ടോ പുള്ളിക്കാരി അങ്ങനെ ചെയ്തപ്പോൾ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ പുള്ളിക്കാരിയുടെ അടുത്ത് ഇങ്ങനെ ഫ്ലാഷ് ലൈറ്റ് അടിച്ചു പോയി എടുത്ത വീഡിയോ അല്ലേ, അത് ആക്ച്വലി ഫേക്കാണ് കേട്ടോ. പക്ഷേ അതേസമയം ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞതെല്ലാം ചെയ്തുകൊണ്ട് തന്നെ ഞാൻ വീഡിയോ എടുക്കാതെ പുള്ളിക്കാരിയുടെ അടുത്ത് പോയി സംസാരിച്ച് പുള്ളിക്കാരിയുടെ അടുത്ത് കമ്പനിയായി. എന്നിട്ട് എന്താ പറയുക, അവരുടെ അടുത്ത് അനുവാദം ചോദിച്ചിട്ടാണ് അത് വീഡിയോ എടുത്തത്. ചില ആളുകൾക്കെങ്കിലും ചിലപ്പം
ചിന്തിക്കുമ്പോൾ മനസ്സിലാവും, ചില ആളുകൾക്ക് അത് മനസ്സിലാവും അത് സ്റ്റേജ്ഡാണെന്ന്. അതെ, അത് സ്റ്റേജ്ഡായിരുന്നു. പക്ഷേ അതേസമയം ആ കാര്യം ഞാൻ ചെയ്തിട്ടാണ് ഞാൻ നിങ്ങൾക്കത് സ്റ്റേജ് ചെയ്ത് വീഡിയോ കാണിച്ചിരുന്നത്. അതായത് പുള്ളിക്കാരിയുടെ അടുത്ത് പോയി സംസാരിക്കുന്നതും സ്ട്രേഞ്ചറായിട്ട് പോയി പരിചയപ്പെടുന്നത്. അപ്പം നിങ്ങൾക്കും ആക്ച്വലി ഇങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ. ഞാൻ ഇന്ന് ബോറടിച്ചിരുന്നു. നിമ്മി ആണെങ്കിൽ ബിസി, മാക്കി ബിസി കേട്ടോ. നിമ്മി ആരുടെ കൂടെ ഡേറ്റിന് പോയി, മാക്കി വേറെ ആരുടെ കൂടെയോ എവിടെയോ പോയി എന്നാണ് തോന്നുന്നത്. മാക്കി പറഞ്ഞു ബിസിയാണെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഞാൻ ഒറ്റയ്ക്കായി പോയി. ഞാൻ നിമ്മിക്ക് വേണ്ടിയാണ് വന്നത്, എന്നിട്ട് നിമ്മി ഡേറ്റിന് പോയി. ഓക്കെ, വാട്ട് എവർ. എന്നിട്ട് ഞാൻ ഒറ്റയ്ക്കായപ്പോൾ ഞാനിങ്ങനെ നടന്ന് കണ്ടുപിടിച്ച ഒരു ഫ്രണ്ടാണ്. ബാക്കി എല്ലാ ആൾക്കാരും ബിസി. പിന്നെ വേറെ 2 അപ്പൂപ്പന്മാരൊക്കെ ഉണ്ടായിരുന്നു. അവരുടെ അടുത്ത് സംസാരിക്കാൻ വേണ്ടി പോയപ്പോൾ അവർ പറഞ്ഞു, അവരിങ്ങനെ എന്തോ എന്ന് പറഞ്ഞു. പിന്നെ അതുകൊണ്ട് ഞാൻ അവിടെ പറ്റിയില്ല. പിന്നെ മിക്ക ആൾക്കാരും 2 പേര്, 3 പേര്, 4 പേര് ഫാമിലി ആയിട്ട്, കപ്പിൾസായിട്ട്, ഫ്രണ്ട്സായിട്ടൊക്കെയാണ് കേട്ടോ വന്നിവിടെ കറങ്ങുന്നത്. അതുകൊണ്ട് ഒറ്റയ്ക്ക് ഉള്ള ആളുകളെ കണ്ടുപിടിക്കാൻ ഭയങ്കര പാടാണ്. ഒറ്റയ്ക്കുള്ള ആളുകളെ കണ്ടുപിടിച്ചാലേ നമുക്കിങ്ങനെ പോയി പരിചയപ്പെടാനും പറ്റും. Anastasia. Oh, I'm sorry. You are back anyways. Yeah, that's all. Google Map. You can write KERALA. Yes. കേരളത്തിന് അടുത്ത വർഷം ഒരു ടൂറിസ്റ്റും കൂടെ വരുന്നുണ്ട് കേട്ടോ. കേരള ടൂറിസമേ, എനിക്ക് പൈസ തരണം. ഇങ്ങനെ ഞാൻ ഓടി നടന്ന് കേരളത്തിന് എല്ലാവർക്കും പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. How did you like Kerala? It's amazing. You will come on your next holiday? Yeah, sure. Oh, okay. The culture, the people, the food, the greenery, the backwaters. ബീച്ചിൽ അങ്ങായിട്ട് അവിടെ എന്തോ ഒരു ലൈറ്റ് ഷോ എന്തോ നടക്കുകയാണ്. ലൈറ്റ് ഷോ അല്ല, ഫയർ ഷോ എന്തോ നടക്കുവാണ്. കുറേ നേരമായിട്ട് ഇതുകൊണ്ട് തീപ്പന്തങ്ങളൊക്കെ പോകുന്നുണ്ടോ. ഇവിടെ എന്തോ നടക്കുവാണ് കേട്ടോ. തീയിൽ വെച്ചിട്ട് അവര് കുറേ നേരമായിട്ട് ആകാശത്ത് തീയൊക്കെ കത്തിച്ചു വിടുന്നുണ്ടായിരുന്നു. അവിടെ തോണ്ടേ പടക്കം പൊട്ടിച്ചുകൊണ്ട് നടക്കുവാണ്. ഇവിടെ ഈ രാത്രി കാണുന്ന എല്ലാം തന്നെ പ്രോസ്റ്റിറ്റ്യൂട്ട്സ് ആണ് കേട്ടോ. ഇവിടെ രാത്രി ഇവിടെ പല അപ്പൂപ്പന്മാരൊക്കെ വന്നിട്ട് രാത്രി പെൺകുട്ടികളുടെ നമ്പറൊക്കെ ചോദിക്കുന്ന കാഴ്ചയാണ് കേട്ടോ ഇവിടെ നിന്ന് കാണാൻ സാധിക്കുന്നത്. ഭയങ്കര കോമഡിയാണ് കേട്ടോ. ഇവിടെ ഇങ്ങനെ വന്ന് രാത്രി ഇങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടുപോകാനായിട്ട് ഓരോ ആൾക്കാരിങ്ങനെ റോഡിൽ ഇങ്ങനെ വെറുതെ ബൈക്കിലൊക്കെ ഇങ്ങനെ ഇരിക്കും. ഇതുപോലുള്ള ഈ വണ്ടികളാണ് കേട്ടോ ഇവിടുത്തെ വേറൊരു രസമായിട്ടുള്ള സംഭവം. അറബ്സാണ് കേട്ടോ ഇവരെല്ലാവരും. അറബിക് പാട്ട് ഇട്ടിട്ട് ഇവിടെ കിടന്ന് വണ്ടിയിൽ ചില ആൾക്കാർ റഷ്യൻ പാട്ടിട്ടിട്ട് ഇവിടെ കിടന്ന് കളിക്കും. നല്ല രസമാണ് കേട്ടോ ഇവിടെ. Why are you beating me always? I will come later, tomorrow. It's not on. I'll come tomorrow. എല്ലാവരും മസാജിന് വേണ്ടിയാണ് കേട്ടോ വിളിക്കുന്നത്. പുള്ളിക്കാരി എന്നെ 2 പ്രാവശ്യമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോയപ്പോൾ അടിച്ചായിരുന്നു കേട്ടോ. മസാജിന് വരാൻ വേണ്ടി എൻ്റെ കയ്യിൽ പിടിച്ചിട്ട് ഇങ്ങനെ നുള്ളിയായിരുന്നു. ഞാൻ കുളിച്ച് റെഡിയായി. ഞാൻ പുറത്തുനിന്ന് പോയിട്ട് വീണ്ടും ഹോസ്റ്റലിലോട്ട് വന്നു. ഇതിനിടയിൽ എന്നെ പരിചയമുള്ള ഒരു പയ്യനൊക്കെ ഉണ്ട് കേട്ടോ. ഒരു മലയാളിയാണ്, എൻ്റെ വീഡിയോസൊക്കെ കാണാറുണ്ട്. ഒരു തിരുവനന്തപുരക്കാരനാണ്, കോട്ടയംകാരൻ, തിരുവനന്തപുരത്ത് സെറ്റിൽഡ് ആയിട്ടുള്ള ഒരു പയ്യൻ. പിന്നെ നിമ്മിയോടുള്ള ഞാനൊന്ന് പുറത്തോട്ട് പോവാണ് രാത്രി നൈറ്റ് വൈബ് കാണാം. അങ്ങനെ നിമ്മി, ഹലോ. നിമ്മിയുടെ തലയിൽ എന്താ പൂച്ചട്ടി കവന്തി വെച്ചാ? ഇതാണ് കേട്ടോ നമ്മുടെ മലയാളി പയ്യൻ. എന്തുണ്ട് പേരെന്താ? തോമസ്. എവിടെയാ സ്ഥലം? ശാസ്ത്രമംഗലം. എന്റെ ഈ ക്യാമറ കാണുമ്പോ മസാജുകാർക്കൊക്കെ പേടിയാണ്. No hi for me. I don't talk with you. Why? What did I do? Don't eat. Come in. Huh? Come in. You come here. Get back. You're from Burmese? 10,000 for my 10,000 കേട്ടോ അവരുടെ വീഡിയോ എടുക്കുന്നതിന്.
തോമസ് എന്ത് ചെയ്യുന്നു? ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുക. നീ എന്താ ഇവിടെ? ഞാനിവിടെ ചുമ്മാ മൈൻഡ് പോയിട്ട് ഓക്കെ. എങ്ങനെയുണ്ട് യാത്രയൊക്കെ? എങ്ങനെയുണ്ട്? സുഖമല്ലേ? ഇവിടെ തായ്ലൻഡ് കുറെ ട്രാവൽ ചെയ്യാൻ കുറെ സ്ഥലങ്ങളുണ്ട്. ഓക്കെ. അങ്ങനെ ഞാനും തോമസും നമ്മുടെ നിമ്മിണിയാണ് ഇവിടുത്തെ സെന്റർ ഓഫ് അട്രാക്ഷൻ. അത് കേരളത്തിൽ പോയാലും ഇവിടെ വന്നാലും എവിടെ പോയാലും നിമ്മിണിയാണ് കേട്ടോ ഇവിടുത്തെ സെന്റർ ഓഫ് അട്രാക്ഷൻ. നമ്മള് where are we going? To eat street food. What street food? I don't even know. I've not even tried. Okay. But we try that area. Which area? Tell me, you're my guide, you know, you have to explain me things, you know. Tell me. Mahini, unanipima ama unanifanyia? Unanipima. ഇവിടെ എന്താ? ഇവിടെ ഫുൾ മസാജിന്റെ സ്ഥലങ്ങൾ മാത്രമേ ഉള്ളൂ. ഹലോ. എല്ലാരും വരുമ്പോ മുഖം ഇങ്ങനെ മറിക്കും കേട്ടോ. They are afraid of me, you know. ക്യാമറ കണ്ട. Because you have camera, that's why. ഇവിടെ തന്നെ കുറെ പേര് ഇരിപ്പുണ്ട്. ഹലോ. മൈൻഡ് പോലും ചെയ്യുന്നില്ല കേട്ടോ. They are not even minding me, you know. Nimmi, they are not even minding me. They are not even touching you because. കണ്ടില്ലേ, ക്യാമറ ഉള്ളതുകൊണ്ട് എന്നെ തൊടുക പോലുമില്ല കേട്ടോ. അല്ലെങ്കിൽ എപ്പോഴും ഇങ്ങനെ കൈയൊക്കെ വന്ന് പിടിക്കും. പക്ഷെ ക്യാമറ ഉള്ളതുകൊണ്ട് എൻ്റെ കൈയോ എൻ്റെ കാലോ ഒന്നും വന്ന് പിടിക്കുന്നില്ല. അല്ലെങ്കിൽ ഫുള്ള് കൈയും ഓരോ ആൾക്കാരെ കൈയൊക്കെ വന്ന് പിടിക്കും. എനിക്കിവിടെ പുറകിൽ അടി കിട്ടി കേട്ടോ. ഞാൻ വീഡിയോ എടുത്ത് പോയതിനെ വരുത്തി എന്നെ ഇങ്ങനെ പുറകിൽ അടിച്ചു. നമ്മളിവിടുത്തെ ഇതൊക്കെ ഞാൻ ഇന്നലെ കഴിച്ച സംഭവമാണല്ലോ. ഇതൊക്കെ ഇന്നലെ കഴിച്ച ഭക്ഷണമാണ് കേട്ടോ. നമ്മളിവിടുത്തെ ഒരു നൈറ്റ് ഫുഡ് സ്ട്രീറ്റ് മാർക്കറ്റിലോട്ട് വന്നതാണ് കേട്ടോ. നിമ്മിക്ക് കോംപ്ലിമെന്റ്സ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. യു ഗോട്ട് സം കോംപ്ലിമെന്റ്സ് നിമ്മി. ഓഹോ, നൈസ് ഹെയർ എന്ന് പറഞ്ഞപ്പോൾ പിന്നെ നിമ്മിക്ക് ഒരിത് കൂടി കേട്ടോ. കുട്ടാ, നിന്റെ ജീവിതം പോയടാ. നീ ഇനി ഫോട്ടോ എടുത്ത് മരിക്കും. ഇനി തോമസ് കുട്ടനെ വെറുതെ വിടൂല കേട്ടോ. തോമസ് കുട്ടി വിട്ടോന്ന് വേണമെങ്കിൽ. ഇതാണ് നമ്മുടെ വാക്കിംഗ് സ്ട്രീറ്റ്. അല്ല, സോറി, ഇവിടുത്തെ ഫുഡ് സ്ട്രീറ്റ്. സവാദിക്ക, ഇവിടെ പുഴുവും പാറ്റ പല്ലി അതൊക്കെയാണ് കേട്ടോ. സ്കോർപ്പിയൻ കണ്ട് മടുത്തു. ഇവിടെ നമ്മുടെ വലിയ പാറ്റയാണ് ഇത്. നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നതാണ്. പക്ഷേ ഇവിടെ ഉള്ള എല്ലാ ആൾക്കാരും അടുക്കി വീട്ടിലോട്ട് പോവുകയാണ്. ആ കാണുന്ന ഞണ്ട്. ഇവിടെ ഫുള്ള് മീൻ വിഭവങ്ങളാണ്. തുർക്കിഷ് റെസ്റ്റോറൻ്റ് ആണോ? ഇവിടെ എന്തൊക്കെയോ ഉണ്ട്. ഇവിടെ എവിടെ നോക്കിയാലും നമ്മൾ ഭക്ഷണത്തിന് നടക്കുവാണ്, കിട്ടിയില്ല. എവിടെ നോക്കിയാലും നല്ല കളർഫുള്ളായിട്ടുള്ള ബോർഡുകളും എല്ലാം. നല്ല രസമുണ്ട്. എങ്ങനെയുണ്ട് നിൻ്റെ ഒരു അഭിപ്രായത്തിൽ? നല്ല അഭിപ്രായം. ഇതിൻ്റെ ഇടയിൽ നമ്മൾ ക്ലബിൽ പോയി ജസ്റ്റ് ഒരു കാഴ്ചകളൊക്കെ കണ്ടു. ഇതിനിടയിൽ ഒരു ആൾ വന്നിട്ട് നിമ്മിയെ ഫോട്ടോ എടുപ്പിക്കുകയാണ് കേട്ടോ. നിമ്മിയുടെ ഫോട്ടോ എടുക്കുകയാണ് പുള്ളിക്കാരൻ. ചോദിച്ചു വന്നതാണ് കേട്ടോ പുള്ളിക്കാരൻ. ഒരു ഇംഗ്ലണ്ടുകാരനാണ്. What do you say is funny? What do you say is funny? You know, it's funny for me. I'm shy. That's why. I'll show you something.